ഹലോ ഫ്രണ്ട്സ്, ഓട്ടോപോയിന്റിന്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കത് ഇന്ന് എത്തിയിരിക്കുന്നത് വോൾസാഗം വെന്റോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ആ വണ്ടിയിലേക്ക് നമ്മൾ 360 ക്യാമറ അതുപോലെ ബ്ലോപ്പങ്കിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇൻസ്റ്റാളേഷനും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇതാണ് ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ ബോക്സ് വരുന്നത്. പാംബെ 1000 എന്ന് പറഞ്ഞാണ് ഈ ഒരു മോഡൽ വരുന്നത്. 360 സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണിത്. ഒക്ടാകോർ 2 GHz പ്രൊസസ്സർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ആൻഡ്രോയിഡ് ആണിത്. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഫുള്ള് ഈ ബോക്സിൻ്റെ സൈഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 40 രൂപ ബഡ്ജറ്റിൽ താഴെ നമുക്ക് 360 ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ബ്രാൻഡാണെന്ന് തന്നെ പറയാം കേട്ടോ. ബ്ലോപ്പങ്കിൻ്റെ തന്നെ നമ്മുടെ ഒരു 360 കിറ്റാണ് ഇതിൽ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കിറ്റിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സ്മാർട്ട് പാർക്കിംഗ് അസിസ്റ്റും അതുപോലെ തന്നെ HD 360 പാർക്കിംഗ് ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതാണ് ബോക്സിൽ വരുന്ന അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ. ഇതൊരു DDR4 റാമിൽ വരുന്ന ഒരു പ്രൊസസ്സറുള്ള ഒരു ആൻഡ്രോയിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ക്യാമറയുടെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് 360 പനോരമിക് വ്യൂ നമുക്ക് കിട്ടും. ക്യാമറ ആംഗിളിൻ്റെ ആ ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡോർ പാഡ് കാര്യങ്ങളെല്ലാം അയച്ചു. നമുക്ക് ക്യാമറ സെറ്റിങ്ങിനുള്ള വയറ് കാര്യങ്ങളെല്ലാം വലിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മളങ്ങനെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മിറർ നമ്മൾ അയച്ചെടുത്തു. ഇനി മിററിൻ്റെ കവർ ഊരിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടെയാണ് വയറ് വലിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കണം. ഇത് വോൾസ്വാഗൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇച്ചിരി വയറ് വലിക്കാനൊക്കെ ഇച്ചിരി ഒരു പാടുണ്ട്. അപ്പം നമ്മളത് കൃത്യമായിട്ട് നോക്കി ഇതിലെയാണ് വയറ് വലിക്കേണ്ടതെന്നുള്ള ആ ഒരു ഹോള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ സ്പേസൊക്കെ കണ്ടെത്തിയത് ക്യാമറ മൊഡ്യൂള് കാര്യങ്ങളെല്ലാം ഹോളിട്ട് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു. നമുക്ക് ഇതുപോലുള്ള ജർമ്മൻ വണ്ടികളിൽ ഈ 360 ക്യാമറ ചെയ്യാൻ ഇച്ചിരി ഒരു ടാസ്ക് ഉണ്ട്. മറ്റ് കമ്പനികളിലെ വണ്ടികളിലൊന്നും നമുക്ക് അത്ര പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിയിലാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. മിറർ നമ്മളത് തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം പിടിപ്പിക്കാനായിട്ട് നമ്മൾ പാനലിലെ കാര്യങ്ങളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മളിത് കപ്ലറിൻ്റെ കണക്ഷനെ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. സൈഡ് മിററിൽ ഈ കാണുന്ന ഒരു പൊസിഷനിലായിട്ടാണ് നമ്മൾ ക്യാമറ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഡോറിലെ 360 ക്യാമറയുടെ ആ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാണ് ക്യാമറയുടെ അടുത്ത ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിൽ മിററുടെ കാര്യങ്ങളൊക്കെ അയച്ച് അതിൽ 360 മൊഡ്യൂളെ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ ബാക്ക് ക്യാമറയുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ള ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു പൊസിഷൻ നോക്കി നമ്മളത് ബാക്ക് ക്യാമറ ഇപ്പോൾ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് ക്യാമറയുടെ കണക്ഷനും